ഹായ്, ഇന്ന് നമ്മളൊരു ഓണം വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. പച്ചടി. അത് നമ്മൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ കൊണ്ടാണ്. ഇതൊരു മധുര പച്ചടിയാണ്. പൈനാപ്പിളിന് തന്നെ മധുരം ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ മധുരവും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ നന്നായി തൊലി കളഞ്ഞ് വൃത്തിയായി ചെത്തി അതിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വയ്ക്കുക. നുറുക്കി വെച്ചതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. 1.5 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായി വെന്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് മധുരം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്രയും മധുരം മതി. പൈനാപ്പിൾ അത്യാവശ്യം മധുരമുള്ളതായിരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ തൈര് നമ്മുടെ പൈനാപ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പച്ചടിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു ചെറിയ മുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യത്തിന് 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. തൈര് ചേർത്ത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി പച്ചടി ഒന്ന് കടുക് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കടുകും മുളകും കറിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ച് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.